ഉള്ളിൽ മുഴുവൻ പൊട്ടിത്തകർന്ന് നിൽക്കുമ്പോഴും ഒരു വേദനയും മറ്റുള്ളവരെ അറിയിക്കാതെ ചിരി വരുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മളെ തകർക്കാൻ ആർക്കും കഴിയില്ല. മോശം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്നാണ് നമുക്ക് ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് വേണം നല്ല തീരുമാനങ്ങൾ എടുക്കാൻ. പ്രായമാകുന്തോറും മനുഷ്യർ സ്വപ്നങ്ങളെ പിന്തുടരുന്നത് നിർത്തുന്നു എന്നല്ല, സ്വപ്നങ്ങളെ പിന്തുടരുന്നത് നിർത്തുമ്പോഴാണ് മനുഷ്യർക്ക് പ്രായമാകുന്നത്. കഴിഞ്ഞു പോയതൊന്നും ശരിയാവാൻ പോകുന്നില്ല. ഈ നിമിഷം ആസ്വദിക്കുക. ഇനി വരാനുള്ളത് ശരിയാക്കാൻ ശ്രമിക്കുക. ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും എളുപ്പമാണ്, പക്ഷെ ചേർത്ത് നിർത്താൻ അത്ര എളുപ്പമല്ല. കാരണം അത് നമ്മളെ മനസ്സിലാക്കിയവർക്കേ പറ്റൂ. കുറ്റപ്പെടുത്തി കണ്ണു നിറയ്ക്കുന്നതല്ല, കൂടെ നിർത്തി കണ്ണീർ തുടയ്ക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. നമുക്ക് ചുറ്റുമുള്ള പല ജീവിതങ്ങളെയും അടുത്തറിഞ്ഞു തുടങ്ങുമ്പോൾ അവരെ അതുവരെ നാം നോക്കിക്കണ്ട കാഴ്ചപ്പാടുകൾ മാറും. നമ്മുടെ പ്രശ്നങ്ങൾ നിസ്സാരമായി തോന്നിപ്പോകും. ജീവിതത്തിൽ പ്രതിസന്ധികൾ ആവശ്യമാണ്. കാരണം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് നാം പുതിയ വഴികൾ തേടുന്നതും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുന്നതും. ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മെ വല്ലാതെ വേദനിപ്പിക്കും. പക്ഷെ ആ വേദന നമുക്ക് സമ്മാനിക്കുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠമായിരിക്കും. നിങ്ങൾ മറ്റുള്ളവരോട് മത്സരിക്കുന്നതിന് പകരം നിങ്ങളോട് തന്നെയാണ് മത്സരിക്കേണ്ടത്. അറിവ് മാത്രമാണ് ഒരു വ്യക്തിയെ അവസാന നിമിഷം വരെ പിന്തുണയ്ക്കുന്നത്. അറിവിൻ്റെ ശക്തിയിൽ ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിലെ എല്ലാ ദുർഘടമായ സാഹചര്യങ്ങളെയും മറികടക്കാൻ കഴിയും. മറ്റുള്ളവരെ സഹായിക്കുക. അതിന് കഴിയുന്നില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക. നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക. അത് കണ്ട് ഇഷ്ടപ്പെടുന്നവർ കൂടെ കൂടിയാൽ മതി. മറ്റുള്ളവരായി ജീവിക്കാൻ തുനിയുമ്പോഴാണ് ജീവിതത്തിൻ്റെ താളം തെറ്റുന്നത്. നമ്മുടെ സങ്കടം കണ്ട് സമൂഹമോ അവരുടെ ചിന്തകളോ മാറില്ല. അപ്പോൾ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക. ആളുകൾ തിരക്കിലായിരിക്കുമ്പോൾ കൂടുതൽ സന്തുഷ്ടമായിരിക്കും. കാരണം ഇത് ജീവിതത്തിലെ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്ന് അവരെ തടയുന്നു. മഴ എത്ര കൊണ്ടിട്ടും നനയാതെ നിൽക്കുന്ന ചേമ്പിലെ പോലെയാണ് ചിലർ. നമ്മൾ എത്രയൊക്കെ സ്നേഹിച്ചാലും ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നവർ. എത്രമാത്രം ഒറ്റപ്പെട്ടു പോയാലും മറ്റൊരാൾക്കും ശല്യം ആവാതിരിക്കുക. കാരണം ഒറ്റപ്പെടലിനേക്കാൾ വേദനയാണ് ഒഴിവാക്കലുകൾക്ക്. സത്യമുള്ള വാക്കുകളും സ്നേഹമുള്ള ഹൃദയവും ആത്മാർത്ഥമായ മനസ്സും ഉണ്ടെങ്കിൽ ബന്ധങ്ങൾ എന്നും സ്നേഹത്തോടെ നിലനിൽക്കും. ജീവിതത്തിൽ ആരും അവസാനം വരെ കാണില്ല. നമുക്ക് നമ്മൾ മാത്രമേ കാണൂ. നമ്മളെ സ്വയം മനസ്സിലാക്കി നമുക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക. ആരും ആർക്കും സ്വന്തമല്ല. നമ്മൾ പരിചയപ്പെടുന്ന ഓരോ വ്യക്തിയിലും ഓരോ പ്രത്യേകതകൾ ഉണ്ടാകും. അത് മനസ്സിലാക്കി പെരുമാറുമ്പോഴാണ് അവരിലെ നന്മയും തിന്മയും തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നത്.